സുരേഷ് ഗോപി ഒരു BJP നേതാവാണെന്ന് പറയാൻ സാധിക്കില്ല. അല്ലേ പിള്ളച്ചേട്ടാ? BJP പ്രവർത്തകനാണെന്ന് പറയാനും സാധിക്കില്ല. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. എന്ത് വന്നാലും നീ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഇതാണോടാ നോക്കി നിന്നോളാമെന്നാണോ നീ പറഞ്ഞത്? ഇപ്പൊ എന്തായാലും ഞാൻ ഒരു ഉദാഹരണം പറയും. ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ മാതാവ് എന്ന്. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? നമ്മൾ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ച് നടക്കുന്ന ആളുകളാണ്. ആളുകളെ പറ്റിക്കാനുള്ള ഏർപ്പാട് വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അപ്പൊ അദ്ദേഹത്തെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. കാരണം അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിക്കും. അദ്ദേഹത്തിന് ആ ഒരു ചരിത്ര ബോധം മാത്രമേ ഉള്ളൂ. അത് ടീച്ചർ എനിക്കിട്ടൊന്നും താങ്ങിയതാണല്ലോ. ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കും കേട്ടോ. ഒരുപാട് മെസ്സേജ് കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വന്നു. എന്താണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അതല്ല ഉദ്ദേശം. എന്താ ഉറക്കം വരുന്നു. നമ്മുടെ ഭാരതത്തിൻ്റെ മാതാവാണ് ഇന്ദിരാഗാന്ധി പിന്നെ എന്ന് പറയുന്നത്. അതെങ്ങനെയാണത് പിന്നെ നമുക്ക് ഇത് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കാത്തത്? വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. AP അബ്ദുള്ള കുട്ടിയെ പോലുള്ള നേതാക്കൾ വന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ? പാർട്ടിയുടേതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം വന്ന് അദ്ദേഹത്തിനെങ്കിലും ഗുണമുണ്ടാകണ്ടേ? അത് ഗുണമുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. അത് ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ ഈ ആലങ്കാരികമായിട്ട് പറയാമെന്നല്ലാതെ അത് പ്രായോഗികമായി നടപ്പാക്കാൻ സാധിക്കില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണം രമണ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ചരിത്ര പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ. പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും, പക്ഷെ ഞാൻ പൊട്ടനല്ല. ഇപ്പോഴ് ആളുകൾ BJPയിലേക്ക് വരുന്നത് BJPയുടെ അടിസ്ഥാനപരമായ ആദർശത്തിൻ്റെ പ്രേരണ കൊണ്ടല്ല. അത് നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അധികാര രാഷ്ട്രീയത്തോടുള്ള അവരുടെ ഒരു അഭിനിവേശം. ചന്ദ്രൻ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ? ഇല്ലേ, നിന്നെ തല്ലിയിറക്കും. കാര്യമായിട്ടാണ് പറഞ്ഞത്, തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. എന്നാ കൊള്ളാം. ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ലട്ടാ, പറഞ്ഞേക്കാം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തിയോ? അമർത്തി.